ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് റിലീസായിട്ടുള്ള സർവമായ നമ്മുടെ നിവിൻ പോളി സാറിൻ്റെ ഒരു അടിപൊളി പടത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ എടുക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ റിവ്യൂ എത്രത്തോളം പ്രോപ്പറാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഈ റിവ്യൂ എടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു പെർഫെക്ഷൻ കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും എനിക്ക് അറിയുന്ന രീതിക്ക് ഒരു ചെറിയ റിവ്യൂ ആണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അറിയത്തില്ല എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന്. എന്നാലും എനിക്ക് പറ്റുന്ന ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു ഫാമിലി മൂവിയാണ്. അതായത് ഈ ഒരു പടത്തിൽ അവർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതായത് നമ്മുടെ പാഷനും വേണം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാരുടെ അല്ലെങ്കിൽ വീട്ടുകാരെന്താണോ നമ്മൾ ആവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു സംഭവം നമുക്ക് വേണം എന്നുള്ളൊരു ഇതാണ് ഈ ഒരു മൂവിയിൽ മെയിൻലി അവർ എനിക്ക് മനസ്സിലായതാണ്. അതായത് നിവിൻ പോളി എന്നൊരു കഥാപാത്രത്തിന് ആവേണ്ടതല്ല വീട്ടുകാർക്ക് ഇഷ്ടം, അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള ആക്ടേഴ്സ് എന്ന് പറയുന്നത് നിവിൻ പോളി സാറുണ്ട്, പിന്നെ റിയ ഷിബു മാം ഉണ്ട്, അജു വർഗീസ് സാറുണ്ട്, അങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ നമ്മുടെ മറ്റേ അഡാർ ലവിലെ പ്രിയ പ്രകാശ് മാം ഉണ്ട്, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അൽത്താഫ് സലീം സാറുണ്ട്, കുറേ ആൾക്കാർ നമുക്ക്, പിന്നെ വിനീത് സാറുണ്ട്, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഇവരുടെ ആക്ടേഴ്സിൻ്റെ ഒന്നും പേരറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഗൂഗിളിൽ പേര് നോക്കിയിട്ട് പറയുന്നത്. എനിക്കെല്ലാവരും കണ്ടാൽ അറിയാം, എനിക്കങ്ങനെ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നോക്കി പറയുന്നത് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഈ ഒരു മൂവി റിലീസായിരിക്കുന്നത് എപ്പോഴാണ് റിലീസായത്? 25 ഡിസംബർ, അതായത് ക്രിസ്മസ് ഡേ ആണ് ഇത് റിലീസായിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ക്രോസിംഗ് ദ പാത്ത് വിത്ത് ഗോസ്റ്റ് ഹിന്ദു പ്രീസ്റ്റ് അങ്ങനെ എന്തോണ് ജേർണി ദാറ്റ് കോസസ് ഹിം ടു ക്വസ്റ്റ്യൻ ഹിസ് ഫെയ്ത്ത്, ഹിസ് ഐഡൻറ്റിറ്റി ആൻഡ് എവറിത്തിങ് ഹി ബിലീവ് ടു ബി ട്രൂത്ത്. അതായത് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്പോയിലറൊന്നും അല്ല, ഞാൻ ജസ്റ്റ് പറയുകയാണ്. അതായത് ഇതിൽ നിവിൻ പോളി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇമാജിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നൊരു ഗോസ്റ്റ് നിവിൻ പോളിയുടെ ഒപ്പം താമസിക്കുകയും അയാൾക്ക് ആ ഒരു റിയാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നിവിൻ പോളി സാറിൻ്റെ ആ ഒരു ക്യാരക്ടർ, ഇതിൽ നിവിൻ പോളി സാർ അഭിനയിക്കുന്നത് ഒരു നമ്പൂതിരിയായിട്ടാണ്. അപ്പോൾ ഈ ഒരു നമ്പൂതിരി ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി ഒരു ഗോസ്റ്റ് നടക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഗോസ്റ്റ് നമ്മുടെ ഈ നിവിൻ പോളി സാറിൻ്റെ പാസ്റ്റിലെ ഒരു കാര്യം, അതായത് ഈ ഗോസ്റ്റിന് നിവിൻ പോളി സാറോട് ഉണ്ടായിരുന്ന ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് ഈ ഗോസ്റ്റ് ആഗ്രഹിച്ചിരുന്നു പണ്ട്. അങ്ങനെ എന്തോ ഒരു പാസ്റ്റാണ്. ഞാനിപ്പോൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി ഇതൊരു സ്പോയിലറായിട്ട് തോന്നും, അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ പറയാത്തത്, അവിടെയും കുറച്ചായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിവിൻ പോളി സാർ ഒരു ഗിറ്റാറിസ്റ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത്, ഗിറ്റാറൊക്കെ വായിച്ച് വലിയ നിലയിലെത്താനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഫാമിലി ഫ്രണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ഒരു നമ്പൂതിരി ഇതാണ്, ഫാമിലി ഫുള്ള് ഒരു നമ്പൂതിരിയാണ്. അച്ഛനുമായിട്ട് സാർക്ക് വലിയ കണക്ഷൻ, അത് നിവിൻ പോളി സാർക്ക് വലിയ കണക്ഷൻ ഇല്ല. അതായത് ഈ ഒരു മൂവിയിൽ ഇങ്ങനെ കണക്ഷൻ, അതായത് നമ്പൂതിരി എന്ന് പറയുന്നൊരു ക്യാരക്ടറിന് അച്ഛൻ നമ്പൂതിരിയായിട്ട് കണക്ഷൻ ഇല്ല. അതായത് അവർ തമ്മിലൊരു ചെറിയൊരു ഫൈറ്റ് നടക്കുകയാണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾ മൂവി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാനിതിൽ മെയിനായിട്ട് എടുത്തു പറയാനാണെങ്കിൽ നിവിൻ പോളി സാർ ആക്ടിങ് അത് വേറെ ലെവലാണ്. നമ്മൾ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയിൽ ഇപ്പോൾ ഇതിലൊരു 3ാമത്തെ 4ാമത്തെ ലിസ്റ്റിൽ ഈ ഒരു മൂവി സർവ്വമായനെ ഞാൻ കൂട്ടുകയാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടൊരു മൂവി വെച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇത് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതുവരെ വന്ന മൂവിയിൽ ഏറ്റവും കൂടുതൽ കുറച്ച് റേറ്റിങ്ങിൽ കയറി നിൽക്കുന്നതും നിവിൻ പോളി സാറിൻ്റെ ഈ ഒരു പടം തന്നെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇതല്ലാതെ ഇഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവി, അതും അടിപൊളി മൂവിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ റിവ്യൂവിൽ പറയണില്ല. എനിക്ക് ഓവറോൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പടം ഒരു ആവറേജ് ആയിരുന്നു, എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ല. എന്നാലും ഓക്കെ ആയിരുന്നു. അഭിനയം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ അഭിനയം സൂപ്പറാണ്, കഥ സൂപ്പറാണ്. പക്ഷേ എടുത്തിരിക്കുന്ന രീതി എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അതായത് കുറച്ച് ലാഗ് ആയ പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലാഗ് നമുക്ക് തോന്നി അവിടെയൊക്കെ. പിന്നെ കഥ എനിക്കൊരു കണക്ഷൻ തോന്നിയില്ല. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷെ എന്നാലും ഒരു മൂവിയായി കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വേണം. ഇത് ആക്ച്വലി 1 ടൈം വാച്ചബിൾ മൂവിയാണ്, എനിക്കതാണ് തോന്നിയത്. ഇപ്പോൾ എല്ലാവരുടെയും ഒപ്പീനിയൻ വേറെ ആയിരിക്കും. ഇതിന് 8.2 റേറ്റിംഗ് ഉണ്ട് 10ൽ. അപ്പോൾ ഞാനൊരു 6-7 ഒക്കെ റേറ്റിംഗ് കൊടുക്കുള്ളൂ. കാരണം എനിക്ക് ഓവറോൾ ഈ ഒരു നല്ല പാട്ടില്ല ഗൈസ് മൂവിയിൽ പാട്ടൊക്കെ ഭയങ്കര കുറവാണ്. 2 പാട്ടോ 3 പാട്ടോ എന്തോ ഉള്ളൂ. അതൊക്കെ ചെറിയൊരു
ഒരു രസമില്ലാത്ത പാട്ടാണ്. അതിലൊന്ന് വന്നിട്ട് നമ്മുടെ നിവിൻ പോളി സാർ ഇഷ്ടപ്പെടുന്ന ഒരു ചേച്ചിയുടെ കസിൻ്റെ ആരുടെയോ കല്യാണത്തിനുള്ള ഒരു ഡാൻസാണ്. പിന്നെന്താ വേറെ പാട്ട് ഇടയിൽ 1-2 പ്രാവശ്യം ആ ഗോസ്റ്റ് നിവിൻ പോളി സാറെ വിട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സിൻ്റെ ഒരു പാട്ട് അത്രമാത്രം തന്നെ അതിലുള്ളൂ. പിന്നെ വേറെ പാട്ടൊന്നും ഇടയിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്, പക്ഷെ എത്ര പാട്ടേ ഉള്ളൂ. അപ്പോൾ മൂവി ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ആൾക്കാർ കൊടുക്കുന്ന അത്ര ഹൈപ്പൊന്നും മൂവിക്കില്ല. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ ഒരു ഫാമിലി മൂവി. ചിരിക്കാൻ അത്യാവശ്യമുണ്ട്. പറയുകയാണെങ്കിൽ കുറച്ച് പഴയ സ്റ്റൈൽ കോമഡികളാണ്, എന്നാലും കുറച്ച് അപ്ഡേറ്റഡ് കോമഡീസൊക്കെ ഉണ്ട് അതിൽ. ചിരിക്കാനായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടില്ല ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു ലെവലിലോട്ട് ഈ പടം എത്തിയിട്ടില്ല. എല്ലാവരും പറയുന്ന ഒരു ലെവലിലോട്ട് ഈ പടം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഒരു പടത്തിൻ്റെ മൊത്തം റിവ്യൂ പറയാനൊന്നും ഞാൻ ആയിട്ടില്ല, കാരണം ഞാൻ ചെറിയൊരു കുട്ടിയാണ് എന്ന് ഇപ്പം ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഞാൻ ഇത്ര ഹൈപ്പ് കൊടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ മോശമായ പടത്തിനെ പറയുന്നത്. മോശമായിട്ടല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. ഇനിയിപ്പോൾ നാളെ പടം നിങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ കുട്ടി പറഞ്ഞ അത്രയൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോരുത്തരുടെ ഒപ്പീനിയൻ വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ഈ പടം ആവറേജ് ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നാളെ വേറെ ആൾക്ക് എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ ഇത് സൂപ്പറായി തോന്നിയിട്ടുണ്ടാകും, പടം അച്ഛന് അതിൽ സൂപ്പറായി തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എനിക്കൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ തന്നെ പറയുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ പടം ഒരു ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഒരുപാട് ഹൈപ്പും കൊടുക്കാൻ പറ്റില്ല, ഒരുപാട് ലോവും കൊടുക്കാൻ പറ്റില്ല, ഒരു ആവറേജ് മൂവിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്കറിയാലോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ പടം എന്നൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോത്തിലുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്, ചേച്ചിയെ വിളിക്കാൻ വേണ്ടി കോയമ്പത്തൂർ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ ഒരു തട്ടിക്കൂട്ട് റിവ്യൂ എടുത്താണ്. സോ എന്തായാലും നമ്മൾ മൂവിക്ക് പോകുന്ന ഒരു ഷോർട്ട് വീഡിയോ വരുന്നതാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗൈസ്.